എല്ലാ മിഥുനക്കൂറുകാർക്കും 1202 വർഷഫലത്തിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ പഠനം, ജോലി, ബിസിനസ്, സാമ്പത്തികം, കുടുംബം, വസ്തുവകകൾ, ആരോഗ്യം, വെല്ലുവിളികളും അവസരങ്ങളും ദോഷപരിഹാരങ്ങൾ എന്നീ ക്രമത്തിലാണ് വിഷയങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ മിഥുനക്കൂറുകാരും വീഡിയോ മുഴുവനായി കണ്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. മിഥുനക്കൂറുകാർ ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല ഒരു വർഷമാണ്. അക്കൗണ്ടൻസി, മാത്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, IT, ഡാറ്റ സയൻസ് തുടങ്ങിയ നിങ്ങളുടെ ഇഷ്ട വിഷയങ്ങൾ എടുത്തുകൊണ്ട് ഉപരിപഠനത്തിന് പോകാൻ നിങ്ങൾക്ക് സാധിക്കും. വിദേശ പഠനങ്ങൾക്കും വളരെ അനുകൂലമായിട്ടുള്ള വർഷമാണ്. മിഥുനക്കൂറുകാർക്ക് ജോലിയിൽ വളരെ ഗുണമുള്ള വർഷമാണ്. ഹോട്ടൽ മാനേജ്മെന്റ്, കുക്കിംഗ്, ഫാമിംഗ്, ഡിസൈനിങ്, അഡ്വർടൈസ്മെന്റ്, വുഡ് വർക്ക്സ് എന്നീ ജോലികൾ ചെയ്യുന്ന ആളുകൾക്ക് ഗുണാനുഭവങ്ങൾ വളരെ കൂടിയിരിക്കും. കൃഷി, മൃഗപരിപാലനം, പശുപരിപാലനം തുടങ്ങിയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങളാണ് ഉണ്ടാകുക. ബിസിനസ്സിൽ മിഥുനക്കൂറുകാർ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. ശത്രുക്കളിൽ നിന്ന് അപ്രതീക്ഷിത തിരിച്ചടികൾ വരാം. സാമ്പത്തികമായ ബാധ്യതകളോ പ്രയാസങ്ങളോ ബിസിനസിന്റെ ഒഴുക്കിനെ കുറച്ച് ബാധിക്കാൻ ഇടയുള്ളതിനാൽ നല്ല ഒരു ഫിനാൻഷ്യൽ പ്ലാനിംഗ് വളരെ അത്യാവശ്യമാണ്. സാമ്പത്തികമായി മിഥുനക്കൂറുകാർ വളരെ ഗുണമുള്ള വർഷമാണ്. മിഥുനക്കൂറുകാർക്ക് സ്വന്തം ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് എന്നിവരിലൂടെ സാമ്പത്തിക ലാഭം ഉണ്ടാകാം. അതിനാൽ അത്തരം അപ്രതീക്ഷിത സാമ്പത്തിക ലാഭത്തെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നത് ഗുണപ്രദമായിരിക്കും. മിഥുനക്കൂറുകാർക്ക് കുടുംബ ബന്ധങ്ങളിൽ വളരെ ഐക്യം ഉണ്ടാകുന്ന വർഷമാണ്. ഭാര്യാഭർത്താക്കന്മാർ പിണങ്ങിയിരിക്കുന്നുണ്ട് എങ്കിൽ പ്രയാസങ്ങൾ മാറി ഒന്നിക്കുന്ന ഒരു കാലമാണ്. സന്താന വിഷയത്തിലും പൊതുവെ പ്രണയത്തിലും വളരെ അനുകൂലമായിട്ടുള്ള വർഷം ആണ്. ഭൂമി സംബന്ധമായ വിഷയങ്ങളിലും വസ്തു സംബന്ധമായ വിഷയങ്ങളിലും അനുകൂല ഫലങ്ങൾ ഉണ്ടാകും. മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിൽ വീട്, വാഹനം എന്നിവ ലഭിക്കുവാനുള്ള ഭാഗ്യവും, ചിലർക്ക് ഭൂമി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, കേസ്, വഴക്ക് എന്നിവ ഉണ്ടാകാം. അതിനാൽ ഭൂമി സംബന്ധമായ വ്യവഹാരത്തിൽ അല്പം ശ്രദ്ധ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. മിഥുനം രാശിക്കാർക്ക് ഈ വർഷം ആരോഗ്യത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട വർഷമാണ്. ജീവിതശൈലി, വ്യായാമക്കുറവ്, അമിത ഭക്ഷണം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളെ പ്രയാസത്തിലാക്കാം. അതിനാൽ ചിട്ടയായ ഒരു ജീവിതശൈലി രൂപപ്പെടുത്തി എടുക്കേണ്ടതാണ്. മിഥുനക്കൂറുകാർക്ക് 1202 വർഷം പൊതുവെ ആരോഗ്യം, ചികിത്സ, ചെലവ് തുടങ്ങിയവയിൽ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു വർഷമായും, അതേസമയം ധനം, കർമ്മം, ബിസിനസ് മുതലായ വിഷയങ്ങളിൽ വളരെ അനുകൂലമായിട്ടുള്ള ഫലവും ആണ് കാണുന്നത്. സുബ്രഹ്മണ്യനെ ഭസ്മാഭിഷേകം, ദേവിക്ക് അലങ്കാര പൂജ, കൃഷ്ണന് തുളസിമാല തുടങ്ങിയ പരിഹാരങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ്. ഈ പരിഹാരങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ചിട്ടയായ യോഗ, പ്രാണായാമം, ധ്യാനം എന്നിവ അഭ്യസിക്കുന്നതും നിങ്ങളുടെ മനസ്സിന് ശാന്തിയും ആത്മവിശ്വാസവും നൽകാൻ ഉപകരിക്കും. ഇത്രയുമാണ് ഓഗസ്റ്റ് മാസത്തിലെ 1202 വർഷത്തിലെ ഫലങ്ങളായിട്ട് മിഥുനക്കൂറുകാർക്ക് പറയാനുള്ളത്. എല്ലാ മിഥുനം രാശിക്കാർക്കും നല്ല ഒരു 1202 വർഷം ആശംസിച്ചു കൊള്ളുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ, കമന്റുകൾ എന്നിവ ഈ വീഡിയോയ്ക്ക് താഴെ നൽകുക. തീർച്ചയായും അത് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ നിങ്ങളിലേക്ക് വിഷയങ്ങൾ എത്തിക്കുവാൻ എന്നെ സഹായിക്കും എന്നുള്ളത് തീർച്ചയാണ്. ഒരിക്കൽ കൂടി നല്ല ഒരു വർഷം ആശംസിച്ചുകൊണ്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.